പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സ്, വെൽനസ് സെന്ററുകൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ഓപ്പൺ ജിം, സ്പോർട്സ് കിറ്റ് വിതരണം, ഭക്ഷണ കിറ്റ് വിതരണം, വനിതകൾക്ക് വേണ്ടിയുള്ള സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം, ശുചിത്വ മാലിന്യ സംസ്കരണം, മിനി സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങിയവ ഇതിൽ ചില. പ്രിയപ്പെട്ടവരെ, ഞാൻ മഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. എൻ്റെ പേര് VP ഫിറോസ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നതിന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെ കൂടെ നിൽക്കാനും UDF എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നഗരസഭയിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിലേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം 50 വാർഡുകളുള്ള 1 ലക്ഷത്തിലധികം പോപ്പുലേഷനുള്ള ഒരു വലിയ നഗരമാണ് മഞ്ചേരി നഗരം. മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള ഏറ്റവും വലിയ പട്ടണം എന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നഗരസഭയ്ക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെയൊക്കെ ഉന്നതിയിൽ നിന്നുകൊണ്ട് മഞ്ചേരി നഗരസഭ നൽകിയിട്ടുമുണ്ട്. മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ പട്ടണത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നഗരം എപ്പോഴും സഞ്ചരിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മഞ്ചേരിയിലെ എല്ലാ ചെറിയ പോക്കറ്റ് റോഡുകളും ഞങ്ങൾ വീതി കൂട്ടാൻ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ചേരി കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ ആനപ്പാങ്കുന്നിൽ നിന്ന് രാജീവ് ഗാന്ധി ബൈപ്പാസിലേക്ക് പോകുന്ന നസ്രത്ത് റോഡിൻ്റെ വഴി. ആ വഴി കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ അതിൻ്റെ വീതി കൂട്ടി അതിൻ്റെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അതൊരു ചെറിയ ഒരു പോക്കറ്റ് റോഡായി ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം KRS റോഡ്, മഞ്ചേരി നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള നഗരസഭ പഞ്ചായത്ത് ഓഫീസിന് സമീപം KRS റോഡ്. ആ റോഡ് വീതി കൂട്ടി റോഡിൻ്റെ ഇരുവശവും വൃത്തിയാക്കി അതൊക്കെ മാക്സിമം ചെയ്ത് അതിപ്പോൾ സുഖകരമായ രീതിയിൽ ഒരു ചെറിയ മിനി ബൈപ്പാസ് രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ മലപ്പുറം റോഡിലേക്ക് കടന്നു വന്നാൽ പുഷ്പ ഹോട്ടലിനോട് സമീപം മെഡിക്കൽ കോളേജിലേക്കുള്ള ആ റോഡ് ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള അവസാന ഘട്ടത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മഞ്ചേരി മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുൻപിലൂടെ പാളിയപ്പറമ്പിലേക്ക് വരുന്ന റോഡ് അത് വീതി കൂട്ടി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ മഞ്ചേരിയുടെ ചെറുതും വലുതുമായ പോക്കറ്റ് റോഡുകളൊക്കെ വീതി കൂട്ടി നഗരത്തെ നഗരം എപ്പോഴും ഒരു സുഖമായ രീതിയിൽ ഒഴുകാൻ അതിന് വേണ്ട നടപടികൾ നഗരസഭ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് ആളുകൾ സൗജന്യമായി ഭൂമി വിട്ടുതരിക എന്നുള്ള സംവിധാനമാണ്. അതിലേക്ക് അവരെ പറഞ്ഞ് 5 വർഷക്കാലം പറഞ്ഞ് അതിലേക്ക് എത്താൻ കഴിയും. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 6 ഗ്രൗണ്ടുകൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭ 6 ഗ്രൗണ്ടുകൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയും അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് കടന്ന് പ്രവൃത്തി ഉദ്ഘാടനം 6 കഴിഞ്ഞു എന്നുള്ളത് ഒരു നഗരസഭയുടെ ഏറ്റവും വലിയ ഇച്ഛാശക്തിയായി ഞങ്ങൾ കാണുകയാണ്. യുവാക്കൾക്ക് മാത്രമല്ല, അത് ഇവിടെയുള്ള എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണം അതിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കറിയാം, നമ്മളൊക്കെ ഇഷ്ടഭക്ഷണം കഴിച്ച് ഇഷ്ടത്തോടു കൂടി നടക്കുന്നവരാണ്. അതിൽ നിന്ന് അവരുടെ വ്യായാമം ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ നഗരസഭയിലെ ലക്ഷക്കണക്കിന് വരുന്ന അവരുടെ ആരോഗ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഊന്നൽ നൽകിക്കൊണ്ട് 1,75,00,000 രൂപ ചിലവഴിച്ചുകൊണ്ട് 6 ഗ്രൗണ്ടുകൾ ഞങ്ങൾ ആരംഭിക്കാൻ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞു. അതോടൊപ്പം നമുക്കറിയാം, മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്മുടെ ആളുകൾക്ക് പോയി ഇരുന്ന് ഉല്ലസിക്കാൻ പറ്റിയ വലിയ പാർക്കുകളോ ഗ്രൗണ്ടുകളോ ഒന്നും ഇല്ലാത്ത ഒരു നഗരമാണ് മഞ്ചേരി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മഞ്ചേരി നഗരസഭ ഇപ്പോൾ 1,75,00,000 രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു പാർക്കിൻ്റെ നവീകരണത്തിൻ്റെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം വയ്യനാട് ഞങ്ങൾ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ പുല്ലഞ്ചേരിയിലും ഇതുപോലെ തന്നെ ഒരു ബയോ പാർക്ക്. നമുക്കറിയാം, പണ്ട് പുല്ലഞ്ചേരിയിലുണ്ടായിരുന്ന പ്രശ്നം നമ്മുടെ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് അവിടെയൊക്കെ വൃത്തിഹീനമായിരുന്ന പുല്ലഞ്ചേരി വേട്ടയ്ക്കോട് ഇന്ന് അതെല്ലാം 3.5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കി അവിടെ നല്ലൊരു ഹബ്ബ് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പണി ആരംഭിച്ച് അതിൻ്റെ ഏകദേശം അതിൻ്റെ പകുതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നല്ല ഒരു ബയോ പാർക്കും അതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് കളിക്കാനും ഇരിക്കാനും ഓടിച്ചാടി നടക്കാനും ഒക്കെയുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. 6 വെൽനസ് സെൻ്ററുകൾ
കേരളത്തിലെ 6 വെൽനസ് സെൻ്ററുകൾ കിട്ടിയ നഗരസഭകളിൽ ചുരുക്കം ചില നഗരസഭകളുള്ളൂ. അതിലൊന്ന് മഞ്ചേരി നഗരസഭയാണ്. 6 വെൽനസ് സെൻ്ററുകൾ പ്രിയപ്പെട്ടവരെ ഏകദേശം 200-250 രോഗികൾ ദിവസേന വന്ന് അവർക്ക് വേണ്ട മരുന്നുകൾ, അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ ഒക്കെ നഗരസഭ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയുടെ ഒരു ഇച്ഛാശക്തിയാണ്. ഞങ്ങളെ കാണാൻ വേണ്ടി നഗരസഭയിലേക്ക് വരുന്ന ആളുകൾ, 1ാം നിലയിലേക്ക് ചെയർമാനെയും വൈസ് ചെയർമാനെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും വരുന്നവർക്ക് ഇടത് ഭാഗത്ത് അസ്തം എന്ന് പറഞ്ഞ ബോർഡിൽ ഒരു ഓഫീസ് കാണാം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ എന്താ, നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികൾക്ക് മരുന്ന് ലഭിക്കാൻ, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ, അതുപോലെ തന്നെ കിഡ്നി പോയ രോഗികൾക്ക് മരുന്നുകൾ, അവയവങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് മരുന്നുകൾ, അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം അവിടെ അസ്തം എന്ന പേരിൽ ഞങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം അതിനുവേണ്ടി മരുന്നുകൾ വാങ്ങിക്കാനും അവയവങ്ങൾ മാറ്റിവെച്ചവരെ വേണ്ടി സഹായിക്കാനും ഞങ്ങൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇടയിലെ നമ്മുടെ മക്കൾ, കുരുന്നു മക്കൾ, അവർ വലുതായി 18ഉം 20ഉം 22ഉം ഒക്കെ വയസ്സാകുമ്പോൾ അവർ വീട്ടിലൊരു ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ പഠിപ്പിക്കാൻ, അവർക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കാൻ, അവരെ സഹായിക്കാനാണ് ഞങ്ങൾ നമ്മുടെ എന്താ പറയുക, ഇവിടെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങി. അവിടെ ഏകദേശം 30ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് മംഗലശ്ശേരിയിൽ. അതൊരു വലിയ കാര്യമാണ്. അവിടെ 30ഓളം കുട്ടികൾ ഇപ്പോൾ കൈത്തൊഴിൽ അവിടെ പഠിക്കുന്നുണ്ട്. അത് അവിടെ അധ്യാപകർ, ഇഷ്ടംപോലെ അധ്യാപകർ, അവരെ സഹായിക്കാൻ മറ്റു കാര്യം. ഇപ്പോൾ അവരുണ്ടാക്കുന്ന കൈത്തൊഴിലുണ്ടാക്കുന്ന അവരെന്തെങ്കിലും നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ നഗരത്തിൽ കൊടുന്ന് വിൽക്കാൻ വേണ്ടി അവർക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭക്കകത്തും അവർക്ക് വേണ്ട ഈ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരു ഷോപ്പ് അവർക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാ നഗറുകളും ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക രീതിയിലുള്ള പിന്നെ അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് മഞ്ചേരി നഗരസഭയിലെ ഒട്ടുമിക്ക കോളനികളും ഇന്ന് അംബേദ്കർ ഗ്രാമമായി പ്രഖ്യാപിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. 28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മഞ്ചേരിയിൽ പുതുതായി വരുന്ന നമ്മുടെ കുടിവെള്ള പദ്ധതി, അത് യൂണിറ്റി മെൻസ് കോളേജിൻ്റെ മുകളിൽ വലിയ പിന്നെ ഏകദേശം 5 ലക്ഷത്തിലധികം പിന്നെ ലിറ്റർ വെള്ളം അവിടെ ശേഖരിച്ച് അത് 11 വാർഡുകളിലേക്ക്, അതിനോടനുബന്ധിച്ചുള്ള 11 വാർഡുകൾ, അതിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന അമ്പലപ്പടി വാർഡ്, അതുപോലെ തന്നെ പൊറ്റമ്മൽ വാർഡ്, അതുപോലെ തന്നെ കരുവമ്പ്രം വാർഡ്, പട്ടർക്കുളം വാർഡ്, തൊട്ടടുത്തുള്ള മറ്റ് 47-ാം വാർഡ്, അങ്ങനെ 11 വാർഡുകൾ, എറയമ്പ്ര വാർഡ്, എല്ലാ ഭാഗങ്ങളിലേക്കും ഉള്ള വെള്ളത്തിൻ്റെ പ്രശ്നം അതോടുകൂടി അവസാനിക്കുകയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കെല്ലാവർക്കും അറിയാം, നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച് അത് ആധുനിക രീതിയിലുള്ള ഒരു പുതിയ ബസ് സ്റ്റാൻഡ്, ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിലൂടെ നഗരസഭയ്ക്ക് വലിയ വരുമാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ അത് കഴിയും. അതോടൊപ്പം നമുക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലവും ഈ 5 വർഷത്തിന് മുൻപുള്ള ടൈമിൽ ഞാനും ബഹുമാനപ്പെട്ട ചെയർപേഴ്സണുമായിരുന്നു നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും. അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭ സമുച്ചയം അത് മഞ്ചേരിയാകണമെന്ന്. അതിന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. മഞ്ചേരിയിൽ മഞ്ചേരിയുടെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സാണ്, ഏറ്റവും വലിയ ഓഫീസാണ്. രണ്ടും വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അവിടുന്ന് മാസം വരുമാനമായി നഗരസഭയ്ക്ക് ലഭിക്കുന്നതോടൊപ്പം അവിടെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വരുന്നവർ, നഗരസഭയിൽ വരുന്നവർ, അതുപോലെ തന്നെ ചെയർമാനെ കാണാൻ വരുന്നവർ, ഇവർക്കൊക്കെ അവിടെ ഇഷ്ടംപോലെ ഇരിക്കാനും ആഗ്രഹങ്ങൾ പറയാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ വിവിധ തലമുറ ആരോഗ്യരംഗത്ത്, അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടമാണ് ഈ 5 വർഷക്കാലത്തിനടക്കേണ്ടത്. 93 അംഗനവാടികളാണ് നഗരസഭയ്ക്കുള്ളത്. 93 അംഗനവാടികളും ഇന്ന് സ്വന്തമായി കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഹൈടെക് അംഗനവാടിയാണ് ഏകദേശം 90% അംഗനവാടികളും. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈടെക് ക്ലാസ് മുറികൾ, ഹൈടെക് HM ഓഫീസുകൾ, അതുപോലെ തന്നെ ഹൈടെക് സ്കൂളുകൾ ഒക്കെയാക്കി മഞ്ചേരിയുടെ മുഖച്ഛായ, മഞ്ചേരിയുടെ ചരിത്രം മാറ്റുന്ന രീതിയിലേക്ക് ഈ 5 വർഷക്കാലം നമുക്ക് പോകാൻ കഴിയും. അതോടൊപ്പം നമുക്കറിയാം എല്ലാ സ്കൂളുകളും ശ്രദ്ധിക്കണം. മഞ്ചേരിയിലെ എല്ലാ സ്കൂളുകളും ഇന്ന് നല്ല രീതിയിൽ
എല്ലാ ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും സ്കൂളുകളിലുണ്ട്. ഇതിലേറെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2400-ലധികം പേർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞ ഒരു നഗരസഭയാണ് മഞ്ചേരി നഗരസഭ. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത നഗരസഭ മഞ്ചേരിയാണ്. ഒന്നാമതായി നിൽക്കുന്നത് മഞ്ചേരിയാണ്. കേരളത്തിൽ 3-ാം സ്ഥാനത്ത് മഞ്ചേരിക്ക് വീടുകൾ കൊടുത്തതിൽ മഞ്ചേരിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഞ്ചേരിയുടെ ഈ UDF ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു വീട് എന്നുള്ളതാണ്. ആ വീട് എന്നുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നഗരസഭയ്ക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി, ഏറ്റവും നല്ല അവസരമായി ഞങ്ങൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പുണ്ടായ മഴക്കെടുതിയിൽ നമ്മുടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തുറക്കൽ ബൈപ്പാസ്, അതുപോലെ തന്നെ ജസീല ബൈപ്പാസ് ജംഗ്ഷനിലൊക്കെ വെള്ളം കെട്ടിയിരുന്നു. അതിനെ മാറ്റി നിർത്താൻ 5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് 5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നഗരസഞ്ചാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തുറക്കൽ നിന്നും പുല്ലൂര് വരെ നമ്മുടെ അതിർത്തി വരെയുള്ള നമ്മുടെ തോട് വലുതാക്കി അതിലൂടെ ജലം ഒഴുകുന്നതിനുള്ള സംവിധാനം ചെയ്ത് ഈ പ്രാവശ്യത്തെ മഴയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും ജസീല ജംഗ്ഷനിലോ അല്ലെങ്കിൽ തുറക്കൽ ബൈപ്പാസിലോ കെട്ടി നിൽക്കാത്ത രീതിയിൽ അത്രമാത്രം വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഖകരമായ രീതിയിലേക്ക് മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ എല്ലാ രീതിയിലും മികച്ച ആധുനിക രംഗത്ത് സേവന രംഗത്ത് അതുപോലെ തന്നെ മറ്റു രംഗത്തുമൊക്കെ മികച്ചു നിൽക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഭരണം പാവങ്ങളെ സഹായിക്കാൻ, പാവങ്ങളോടൊപ്പം നിൽക്കാൻ, അവരെ സഹായിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്.